ഹായ് വ്യൂവേഴ്സ്, മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് സ്വാഗതം. ഞാൻ ബട്ടർ പനീർ മസാലയും കടായി പനീറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പനീർ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. മലയാളികൾക്ക് പനീർ അത്ര പ്രിയപ്പെട്ടതാണോ എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് മാറി വരുന്നുണ്ട്. എല്ലാവരും ധാരാളം പനീറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചപ്പാത്തിയും പനീറും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ നമ്മൾ. നോർത്ത് ഇന്ത്യയിൽ പക്ഷേ അങ്ങനെയല്ല. അവർ ചപ്പാത്തി കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് അവരുടെ മെനുവിൽ എപ്പോഴും പനീർ സബ്ജി കാണും. പനീർ വീട്ടിലുണ്ടാക്കുവാൻ മെയിനായിട്ടും രണ്ടേ കാര്യങ്ങൾ മതി. പാല് പിരിക്കുവാനായി നാരങ്ങ നീരോ വിനെഗറോ അല്ലെങ്കിൽ ശരിക്കും തൈര് തന്നെ ഉപയോഗിക്കാം. ഞാനിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നാരങ്ങ നീരാണ്. പനീർ ഉണ്ടാക്കുവാനായി 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല പശുവിൻ പാലാണിത്. അതുപോലെ തന്നെ 1 നാരങ്ങയുടെ നീരാണിത്. ഇതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും മിക്കവാറും. ഒഴിച്ചു നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിരിയുന്നതനുസരിച്ച്, പാല് കേടിലാകുന്നതനുസരിച്ച് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൽ നന്നായി വെട്ടി തിളയ്ക്കുമ്പോഴാണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാൽ തിളച്ചു തുടങ്ങി. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായാണ് ഒഴിച്ചത്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തപ്പോൾ പാലിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറുതായി പിരിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. കുറേശ്ശെയായി മുഴുവൻ നാരങ്ങ നീരും ഒഴിച്ചപ്പോഴാണ് പാലിൻ്റെ ടെക്സ്ചറും നിറവും മാറിയത്. കൊഴുപ്പ് കുറഞ്ഞ പാലാണെങ്കിൽ പെട്ടെന്ന് പാല് പിരിയുമായിരുന്നു. ഇവിടെ നല്ല കൊഴുപ്പുള്ള പാൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് കേടിലാകുവാൻ അല്പം സമയം വേണ്ടി വന്നു. പാലിൻ്റെ ടെക്സ്ചർ മാറി പെയിൽ യെല്ലോ കളറിലുള്ള ദ്രാവകമാകും. പനീർ ഇതുപോലെ കട്ടയായി കിടക്കും. ഈ പാത്രം ഇനി വാങ്ങി വയ്ക്കാം. പാൽ പിരിച്ചെടുക്കുന്ന പ്രധാന ജോലി അങ്ങനെ കഴിഞ്ഞു. പനീർ നമുക്ക് അരിച്ചെടുക്കാം. അതിനായി പാത്രത്തിന് മുകളിൽ അരിപ്പ് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു വൃത്തിയുള്ള തുണി ഇടുക. ഒരു തോർത്താണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വൃത്തിയുള്ള കോട്ടൺ തുണി മതിയാകും. അതിലേക്ക് കേടിലായ പാൽ ഒഴിക്കുക. പനീറിൽ നിന്നും ഇനി വെള്ളം കളഞ്ഞെടുക്കണം. തോർത്ത് ഈ രീതിയിൽ പിടിച്ച് ചെറുതായി അമർത്തി വെള്ളം കളയുക. പാൽ പിരിഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ഈ വെള്ളത്തിന് വെയ് എന്നാണ് പറയുന്നത്. അതിനി നമുക്ക് ആവശ്യമില്ല. പനീർ ഇനി നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരുപാട് വെള്ളത്തിൽ കഴുകേണ്ട കാര്യമൊന്നുമില്ല. 1/2 കപ്പ് വെള്ളമൊക്കെ മതിയാകും. നേരത്തെ ചെയ്തതുപോലെ തന്നെ പനീറിൽ നിന്നും ഈ വെള്ളവും കളയുക. കുറച്ചുകൂടിയൊക്കെ ജലാംശം പനീറിനുണ്ടാവും. അത് കളയുവാനായി ഒരു ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് ഈ തോർത്തും പനീറും കൂടി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഒരു ദോശക്കല്ലാണ് ഞാൻ എടുത്തത്. ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും മതിയാകും. അപ്പോൾ പനീർ പീസസ് ആക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വെയിറ്റ് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി പനീർ എടുക്കാം. പനീർ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കുവാൻ. 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. പനീർ കട്ട് ചെയ്തെടുക്കാം. പനീർ വാങ്ങിക്കുവാൻ കടയിലേക്ക് ഓടിപ്പോകണ്ട. ഫ്രഷ് പനീറാണെങ്കിൽ സബ്ജിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മായം ചേർക്കാത്ത സോഫ്റ്റായിട്ടുള്ള ഫ്രഷ് പനീർ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഹോം മെയ്ഡ് പനീർ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. ആ വെള്ളം പോകാനുള്ള ഒരു 1/2 മണിക്കൂർ സമയം, അതാണ് മെയിനായിട്ടുള്ള സമയം. എല്ലാവരും ഉണ്ടാക്കി നോക്കും. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.